പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 26-ാം തീയതി വ്യാഴാഴ്ച. ഈ മാസത്തിന്റെ 4-ാമത്തെയും അവസാനത്തെയും വ്യാഴാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ഇന്നത്തെ ദിനം ഏറ്റവും നന്മയിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 41-ാം വാക്യം. ലാമന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 41 നാം ഇങ്ങനെ വായിക്കുന്നു: നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. വിലാപങ്ങളുടെ പുസ്തകം, ആ പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ വേദനാജനകവും നിലവിളി നിറഞ്ഞതും തന്നെയാണ്. ജനപൂർണയായ നഗരം ഏകയായി മാറി. മഹത്വത്തിലേക്ക് ഉയർന്ന പ്രദേശം ആകമാനം തകർന്നടിഞ്ഞു. എല്ലാ മേഖലകളിലും ദുഃഖത്തിന്റെ കരിനിഴൽ, പ്രതികൂലങ്ങൾ, നിലവിളി. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ദുസ്സഹമായ പ്രതിസന്ധി നിറഞ്ഞ, എങ്ങോട്ട് നോക്കിയാലും ദുഃഖവും അനർത്ഥവും പ്രതികൂലങ്ങളും മാത്രമുള്ള സാഹചര്യത്തിൽ ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, ഒരു വ്യക്തി എന്തു ചെയ്യണം? നമ്മുടെ കൈകളും ഹൃദയങ്ങളും സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം. അതെ, ഈ ലോകത്തിലെ സകല മതങ്ങളും പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത്. ദൈവത്തിന്റെ വചനം ഇന്ന് ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നാം ഭയക്കുന്ന, വിഷമിക്കുന്ന ഏത് ഘട്ടത്തിലും നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരണം. പറയുകയാണ്, നിങ്ങളുടെ കൈകളും ഹൃദയങ്ങളും സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം. ആദ്യത്തെ ഭാഗം നാം എല്ലാവരും ചെയ്യുന്നതാണ്. സകല വിശ്വാസ സമൂഹങ്ങളും ചെയ്യുന്ന കാര്യമാണ്. കൈകൾ ഉയർത്താൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, പരിശീലനവും ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിൽ നിന്നല്ലാതെ മറ്റുള്ളവരെ കാണിക്കുവാനോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു, ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. എന്നാൽ നമ്മളുടെ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയിട്ടുണ്ടോ? ഇതാണ് ഗൗരവമേറിയ ചോദ്യം. നമ്മൾ ദൈവാലയത്തിൽ പോകുന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു, കൂട്ടായ്മ കൂടുന്നു, ബൈബിള് വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവമക്കളെ ആദരിക്കുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം ഉണ്ട്. ഇത് തന്നെയാണ് യേശു വിശന്നിട്ട് അത്തിയുടെ അടുക്കൽ ചെന്നപ്പോൾ കണ്ടതും പിന്നീട് സംഭവിച്ചതും. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്തി വളരെ ഫലഭൂയിഷ്ടമായിട്ട് തോന്നും. ഇലകളാൽ, വൃക്ഷലതാദികളാൽ സമൃദ്ധമാണ്, പക്ഷേ ഫലമില്ല. അപ്പോൾ പുറത്ത് നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നുണ്ടോ? അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ജീവിതത്തിന്റെ നിസ്സഹായതയിൽ, വേദനയിൽ, വിഷമത്തിൽ ഞാൻ അടുത്ത ചുവട് എങ്ങനെ വെക്കണം, എന്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും,
ഈ സ്ഥിതിയിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത ചില പ്രശ്നങ്ങളും എത്ര ഓടിയിട്ടും ഒരു വിധത്തിലും ലക്ഷ്യം കാണാത്ത ജീവിതത്തിന്റെ അവസ്ഥകളുമായി ഏതെങ്കിലും മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ ഈ 26-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്നെ കേൾക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, നമുക്ക് ചെയ്യാനുള്ളത് സർവവും അറിയാവുന്ന സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൈകളും ഹൃദയങ്ങളും ഉയർത്തുക. നമ്മുടെ കൈകൾ ഉയർത്തുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പാ, ഞാൻ ഒന്നുമില്ല, ഏതുമില്ല. എന്റെ അധ്വാനങ്ങളും എന്റെ ഓട്ടങ്ങളും എന്റെ സ്വാധീനങ്ങളും എന്റെ ശ്രമങ്ങളും ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഞാൻ സ്വയം കരുതി നേടുവാനും നേടിയെടുക്കുവാനുമായി ഓടിയതൊക്കെ നിഷ്ഫലമായിരിക്കുന്നു, അസ്ഥാനത്തായിരിക്കുന്നു. ഒഴിഞ്ഞ കൈകളുമായി അങ്ങയുടെ പാദാന്തികെ അടുത്തു വന്നിരിക്കുന്നു. എവിടെയാണ് വരേണ്ടത്? സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ. ഇവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. ദൈവമക്കളെ, കരങ്ങൾ നീട്ടി ഹൃദയം നീറി കൂട്ടുകാരന്റെ അടുക്കലോ കുടുംബക്കാരുടെ അടുക്കലോ ദൈവാലയത്തിലോ രാഷ്ട്രീയ ആൾക്കാരുടെ അടുക്കലോ നിയമപാലകരുടെ അടുക്കലോ നമുക്ക് വിശ്വാസമുള്ള നമ്മളുടെ കൂടെ നിൽക്കും എന്ന് ഉറച്ച ബോധ്യമുള്ള ആളുകളുടെയോ അടുക്കലല്ല പോകേണ്ടത്. ഈ മേൽ പറയപ്പെട്ടവരൊക്കെ നമുക്കുണ്ടാവും, ഒക്കെ ശരിയാ. പക്ഷേ എന്നെ കേൾക്കുന്നവരിൽ ഒരാൾക്കെങ്കിലും അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലമേറിയ ഘട്ടത്തിൽ ഇവരെല്ലാവരും ഉണ്ടായിട്ടും ആരും കൂടെ നിന്നിട്ടില്ല, ആരും കൂടെ വന്നിട്ടില്ല, ആരും നിങ്ങളെ സഹായിച്ചിട്ടില്ല, ഇനിയൊട്ട് സഹായിക്കത്തുമില്ല. അവരവർക്കൊരു ക്ഷീണമോ തട്ടുകേടോ ബുദ്ധിമുട്ടോ സാമ്പത്തിക പ്രയാസങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും എന്ന് ദൂരത്ത് നിന്ന് അവർക്കൊരു ബോധ്യതയുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു ഊഹം കിട്ടിയാൽ അവർ പിന്തിരിഞ്ഞ് നടന്നു കളയും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഇവരുടെ ആരുടെയും അടുക്കലല്ല കരം നീട്ടേണ്ടതും ഹൃദയം ഉയർത്തേണ്ടതും. നമുക്ക് അടുത്ത് ചെല്ലുവാൻ, അടുത്ത് ചെല്ലുമ്പോൾ ആളിനെ അറിഞ്ഞ് സ്വീകരിക്കുന്ന ജീവനുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് കണ്ണുണ്ടെങ്കിലും കാണാത്തതും, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തതും, നാവുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റാത്തതുമായ മനുഷ്യ നിർമ്മിതങ്ങളായ ദൈവങ്ങളിലല്ല. ഈ അഖിലാണ്ടത്തെ തന്റെ വാക്കുകൾ കൊണ്ട്, തന്റെ ശബ്ദവീതികൾ കൊണ്ട് 5 ദിവസം പൂർത്തീകരിക്കുകയും 6-ാം ദിവസത്തിൽ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ തന്റെ കരം കൊണ്ട് മെനഞ്ഞുണ്ടാക്കി തന്റെ ജീവശ്വാസമൂതി സകലനും അധികാരിയാക്കിയ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് കരങ്ങളും ഹൃദയവും ഉയർത്തേണ്ടത്. അതുകൊണ്ട് വേദനയിൽ, നിരാശയിൽ, സങ്കടത്തിൽ നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ മറ്റൊരാൾക്ക് അത് ലഘുവായി തോന്നിയേക്കാം, നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷെ അവരവർക്ക് അവരവരുടെ വിഷയം നിശ്ചയമായും ഗൗരവവും ഘനമേറിയതുമാണ്. ആ വിഷയം മകന്റെ ആകാം, മകളുടെ ആകാം, മക്കളുടെ വിവാഹ സംബന്ധമാണോ, ജോലി സംബന്ധമാണോ, വീസ സംബന്ധമാണോ, ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തതാണോ, ചില നിയമത്തിന്റെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ, നിങ്ങളുടെ
പ്രോപ്പർട്ടി സംബന്ധമായ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള തർക്ക വിഷയങ്ങളാണോ? അല്ല, കടബാധ്യതയാണോ? ബാങ്കിന്റെ ജപ്തി നോട്ടീസിനാൽ വ്യാകുലപ്പെടുകയാണോ? വിദൂരങ്ങളിലായിരിക്കുന്ന വാർദ്ധക്യ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണോ? അതുമല്ല, പല ആശുപത്രികളിൽ പല ഡോക്ടേഴ്സിനാൽ ചികിത്സിച്ചിട്ടും ഇതുവരെയും കണ്ടുപിടിക്കുവാൻ പറ്റാതെയും ഒരു വിധത്തിലും ഭേദം വരാത്തതുമായ ആരോഗ്യ പ്രയാസത്താൽ നിങ്ങൾ വ്യാകുലപ്പെടുകയാണോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, എന്റെ വാർദ്ധക്യമുള്ള മാതാപിതാക്കളെ, നമ്മൾക്ക് കരങ്ങൾ ഉയർത്തുവാൻ ഒരിടമുണ്ട്, ഹൃദയം പകരുവാൻ ഒരു സ്ഥലമുണ്ട്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുന്നുണ്ട്. പുരോഹിതനായ ഏലി ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നത് തിരിച്ചറിഞ്ഞില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അത് തിരിച്ചറിഞ്ഞ് നിന്ദിച്ച, പരിഹസിച്ച, കുറ്റപ്പെടുത്തിയ അതേ ഏലി പുരോഹിതനെ കൊണ്ട് ഹന്നായെ അനുഗ്രഹിപ്പിച്ച ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്, നമ്മൾ ഓടിച്ചെല്ലേണ്ടതും കരങ്ങൾ ഉയർത്തേണ്ടതും നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന ഇടങ്ങളിലല്ല. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ സത്യസന്ധത, നിഷ്കളങ്കത, ഉള്ള അവസ്ഥ ഉള്ളതുപോലെ കൃത്യമായ തോതിൽ അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ കരങ്ങളും ഹൃദയങ്ങളും ഉയർത്തേണ്ടത്. ഇന്നു പകൽ പലവിധ ഭാരങ്ങളാലും വിഷമങ്ങളാലും വേദനയോടെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ മുഴങ്കാലും അടക്കരുത്, ഒരാളുടെയും അടുക്കലും പോകരുത്. നിങ്ങളുടെ ഭാരവുമായി നിങ്ങളുടെ മുറിയിൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഹൃദയം പകരുക. നിങ്ങളുടെ കരത്തിന്റെ നിഷ്കളങ്കതയും ഹൃദയത്തിന്റെ വേദനയും തിരിച്ചറിയുന്ന സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും അതിന് പരിഹാരം തരും. ഇന്ന് ഒരു വിടുതൽ നൽകി തരും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിട്ട് കടലുകൾക്ക് അപ്പുറം വിദൂരതയിൽ വിഷമഘട്ടത്തിലാണോ? നിലനിൽപ്പിന്റെ പ്രശ്നമാണോ? ജോലിയുടെയോ വീസയുടെയോ താമസത്തിന്റെയോ പഠനത്തിന്റെയോ ഒക്കെ പ്രശ്നത്തിലാണോ? നിങ്ങളുടെ കരങ്ങളെയും ഹൃദയങ്ങളെയും നിശ്ചയമായും അറിയുന്ന ഒരു ദൈവം ആവശ്യമനുസരിച്ച് ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ തമ്പുരാൻ ഏറ്റെടുക്കട്ടെ, നിങ്ങളെ മാനിക്കട്ടെ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ, വിടുതലിന്റെ ദിനമാവട്ടെ. നിങ്ങൾ ഭയക്കുന്നതും ആശങ്കപ്പെടുന്നതും വിഷമിക്കുന്നതുമായ യാതൊരു ആപത്തും നിങ്ങൾക്ക് വരാതെ വണ്ണം തമ്പുരാൻ നിങ്ങളെ കാക്കേണ്ടതിന്, പരിപാലിക്കേണ്ടതിന് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഹൃദയങ്ങളെ പകർന്ന് സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ അടുത്തു വരിക. നിശ്ചയമായും തമ്പുരാൻ നിങ്ങളെ വിടുവിക്കും, അനുഗ്രഹിക്കും. ഇന്നത്തെ ദിനം ഒരു വലിയ വിടുതലിന്റെ ദിനമാവട്ടെ, സന്തോഷത്തിന്റെ ദിനമാവട്ടെ, സൗഖ്യത്തിന്റെ ദിനമാവട്ടെ. ചെറുതും വലുതുമായ ഏത് വിഷയത്തിനും നമ്മുടെ ദൈവം, ഞാൻ ആരാധിക്കുന്ന, ഞാൻ പിൻപറ്റുന്ന, ഞാൻ അനുഗമിക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തിറങ്ങി വരുന്ന ജീവനുള്ള സർവശക്തനായ ദൈവം നിശ്ചയമായും എന്റെ കരങ്ങൾ കാണും, എന്റെ ഹൃദയത്തിന്റെ ഉള്ള അവസ്ഥ അറിയും, മറുപടി ലഭിക്കുകയും ചെയ്യും. ഈ വലിയ ഉറപ്പോടും ആശ്രയബോധത്തോടും ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിൽ വേദനയിലും സങ്കടത്തിലും നിരാശയിലും ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും
മനുഷ്യന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വേദനകൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് യിരെമ്യാവ് വളരെ ശക്തമായി ഞങ്ങളോട് പറയുന്നു, ഞങ്ങളുടെ കരങ്ങളും ഹൃദയങ്ങളും ഉയർത്തേണ്ടതും പകരേണ്ടതും സർവശക്തനായ ദൈവത്തിന്റെ അടുക്കലാണെന്ന്. ആ ഒരു വലിയ ആഹ്വാനം, തിരിച്ചറിവ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ നിന്റെ മക്കളെയും, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും, അവരുടെ ഹൃദയത്തിന്റെ വേദനയും ഭാരയും അവിടുന്ന് അറിഞ്ഞ് ഏറ്റെടുക്കണമേ. ഒരു വലിയ വിടുതലിന്റെ ദിനമാക്കി ഇന്ന് തീർക്കണമേ. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിനം ഒരു വലിയ സന്തോഷം, വിടുതൽ, സമാധാനം, അനുഗ്രഹം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. അത് നമ്മുടെ കർമ്മമാർഗങ്ങൾ കൊണ്ടല്ല, മറ്റുള്ള യാതൊരു യോഗ്യതയും സ്വാധീനങ്ങൾ കൊണ്ടുമല്ല. സർവശക്തനായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിനാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഹൃദയത്തെ പകർന്ന് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ എന്നോട്, നമ്മളോട് അടുത്തു വരുന്ന ആ ദൈവം ഇത് നിങ്ങളെ വിടുവിക്കട്ടെ, സൗഖ്യമാക്കട്ടെ, ഉയരത്തിലെ ശക്തിയാൽ നിറയ്ക്കട്ടെ. അങ്ങനെ ഈ ദിനം ഒരു വിടുതലിന്റെ ദിനമായി തീരട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.